എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കക്കാടംപൊയിൽ യാത്രയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. വീട്ടിലിരുന്നപ്പോൾ ഇങ്ങനെ തോന്നിയാണ്. അപ്പോൾ പോകുന്ന വഴിക്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളി, അതിന് നേരെ ഓപ്പോസിറ്റ് ഒരമ്പലം. അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാച്ച്. അങ്ങനെ വീടിൻ്റെ അവിടുന്ന് ഒരു 15 കിലോമീറ്ററോളം കക്കാടംപൊയിലേക്ക്. രാവിലെ ഇവിടുന്ന് ഒരു 8:30 ഇറങ്ങി. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇറങ്ങിയ ഒപ്പം വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ പമ്പൊക്കെ പോയത്. പമ്പിൽ പോയി എണ്ണയൊക്കെ അടിച്ച് 15 കിലോമീറ്റർ അങ്ങോട്ടും 15 കിലോമീറ്റർ ഇങ്ങോട്ടും. അങ്ങോട്ട് ഫുള്ള് കയറ്റം, അങ്ങോട്ട് ഫുള്ള് ഇറക്കാണ്. ഇറക്കാകുമ്പോൾ വല്ലാതെ എണ്ണ ആണല്ലോ. അപ്പം അങ്ങനെ അവിടുന്ന് യാത്ര തിരിച്ച് ഫസ്റ്റ് ഒരു വെള്ളച്ചാട്ടം കണ്ട്. അത് പോണ വഴിക്കിലാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് റെസ്റ്റ് എടുത്ത് പിന്നെ യാത്രയാണ്. ഇത് ക്യാമറയിൽ വീഡിയോയിൽ കയറ്റം തോന്നാത്ത ഒരു ഗിംബലുള്ള ക്യാമറയാണ്. അപ്പോൾ നമ്മളെ കയറ്റത്തിനനുസരിച്ച് ക്യാമറേൻ്റെ അത് ഗിംബലും ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനെ അറിയില്ല. അപ്പോൾ അത് ഓഫാക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടല്ലേ. ബൈക്ക് മോഡ് കിട്ടാൽ അത് ഓഫാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബസ് വരുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ പ്രിയദർശിനി ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് പോകണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ കക്കാടംപൊയിൽ പോകാൻ പൈസ ചിലവൊന്നുമില്ല. അതിൽ കയറി ഉത്തരന്നാൽ മതി. പിന്നെ അവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടുന്ന് ബസ് ഇറങ്ങിയ പിന്നെ ഓരോ ഭാഗത്തേക്ക് 2-3 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. അവിടുന്ന് ഓട്ടോറിക്ഷ ഉണ്ടാവും. ഇതാണ് കക്കാടംപൊയിൽ ടൗണ്. അവിടുന്ന് ഒരു 1-2 കിലോമീറ്റർ പോയ ഒരു പാർക്കുണ്ട്. അപ്പം അങ്ങോട്ടൊന്ന് പോയി വെക്കാം. പാർക്ക് കയറിയിട്ടൊന്നുമില്ല. 2 കിലോമീറ്റർ ഫുള്ള് റോഡ് പറ്റ മോശം. ഒക്കെ നല്ല വരുമാനം ഉണ്ട് പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ പാർക്ക് കയറിയില്ല. നേരെ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, കോയിപ്പാറ വെള്ളച്ചാട്ടം. കോയിപ്പാറ വെള്ളച്ചാട്ടം പറഞ്ഞാൽ കോഴിക്കോട് ജില്ലേൻ്റെയും മലപ്പുറം ജില്ലേൻ്റെയും ബോർഡറാണത്. ഒരു 12,000 ഏക്കറാണ്. അതിന് 12,000 ഏക്കർ എന്ന് തന്നെ ആ സ്ഥലത്തിനും പറയല്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു ചാനലിൽ. ഇത് മാത്രം എടുത്താണ്ട്. അപ്പോൾ പാർക്കിൽ കയറാമെന്ന് പറഞ്ഞാൽ പാർക്കിൽ ഒരാൾക്ക് 900 രൂപ, രണ്ടാൾക്കും കൂടി 1,800 രൂപ. ഞങ്ങൾ ഉള്ള പൈസക്ക് എണ്ണ അടിച്ച് ഒപ്പിച്ചാണ് അങ്ങോട്ട് പോണേ. അപ്പോൾ അതിൽ കയറിയില്ല. അപ്പോൾ അത് അവിടെ നിന്നുള്ളൊരു വീഡിയോ അങ്ങനെ എടുത്ത് ക്യാമറ നമ്മൾ ഡ്രോണിൽ എടുക്കുക. കാരണം അതിൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ട്, അത്ര ഉയർത്ത. അങ്ങനെ മുകളിൽ കൂടെ എടുത്ത അങ്ങനെ അവിടുന്ന് വീഡിയോ പകർത്തി അവിടെ കുറേ നേരം ഇരുന്നു. ഞാൻ അവിടെ പോയാൽ തന്നെ ഈ പാറപ്പുറത്ത് അവിടെ ഇരിക്കില്ല. അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല മഴയായിരുന്നു. ഇപ്പോൾ വെള്ളമല്ല. രാവിലെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നിട്ടില്ല. വെള്ളം കുറവ്. ആ കമ്പീൻ്റെ ചെറിയ വെള്ളം ഉണ്ടാകലുണ്ട് പൊതുവെ. ഇവിടുന്ന് കുറേ അപകടങ്ങളൊക്കെ നടന്നതാണ്. അടുത്തേറെ ഒരു അപകടം നടന്നത്. അപ്പോൾ ഇപ്പോൾ വെള്ളം കുറവാണ്. അവിടെ പോയിരിക്കാൻ നല്ല രസമാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒഴിവുണ്ടാകുമ്പോൾ ഞങ്ങൾ അവിടെ പോവും. അവിടെ ഇരിക്കും. ഒരു മണിക്കൂർ 1/2 മണിക്കൂറൊക്കെ അവിടെ ഇരുന്നിട്ട് കണ്ടാണ് പോരും. കക്കാടംപൊയിൽ പോകണമെങ്കിൽ പിന്നെ റിസോർട്ടൊക്കെ എടുത്ത് രാത്രി അവിടെ നിൽക്കണം. നല്ല കോടറങ്ങുന്ന സ്ഥലമല്ലേ. അപ്പോൾ നല്ല വൈബായിരിക്കും. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഇങ്ങനെ ചുരമിറങ്ങണ ഒരു യാത്രയാണ് ഫുള്ള്. ഇനി ഫുള്ള് എണ്ണ ചെലവില്ലാതെ ഇങ്ങനെ പോയിക്കോളും. സ്റ്റാർട്ടിങ്ങിലിട്ട് അങ്ങനെ ഇറങ്ങി പോയിക്കോളും. അങ്ങനത്തെ ഫുള്ളായിട്ട് ചില സ്ഥലങ്ങൾ മാത്രമേ ഒരു നേരുന്ന സ്ഥലം ഉണ്ടാവുള്ളൂ. കൂടുതൽ ഇറക്കായിരിക്കും. എന്നാൽ വീഡിയോ അവസാനം വരെ കാണാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറുപടി തരുന്നതായിരിക്കും. ഓക്കെ.